പിന്നെ കോൺഗ്രസിലെ ഒരു പീഡനത്തിലെ PhD എടുത്ത ഒരാളുണ്ടല്ലോ, പേരെന്തുവാ, രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് DYFI കൊടുക്കുന്ന പൊതിച്ചോറിൽ അനാശാസ്യമാണെന്നാണ്. അപ്പോൾ അവൻ ഏതുകൊണ്ടോ കേരളത്തിൽ വലിയ പുണ്യപ്രവൃത്തി ചെയ്തിട്ടാണ് ഇപ്പം മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്നത്. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. പീഡന വീരനായ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കളിയാക്കിയ DYFI ചൂരൽമലക്കാർക്ക് കൊടുത്ത സംഭാവന കൂടെ ഒന്ന് നോക്കണം കേട്ടാ. 20 കോടി രൂപ. 20 കോടി. ഈ കോൺഗ്രസ്സുകാർക്ക്, ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഒന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? സങ്കല്പിക്കാൻ. അതും പല സ്ഥലങ്ങളിൽ നിന്ന് ആക്രി പെറുക്കി പലരിൽ നിന്നും സംഭാവന വാങ്ങി. ഇതിനൊക്കെ മനുഷ്യപ്പറ്റി വേണം, മനുഷ്യ സ്നേഹം വേണം. അല്ലാതെ പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞ് രാവിലെ കതറും കോണകവും ഒക്കെ ഇട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു പൊതുപ്രവർത്തകനുമാകത്തില്ല. ജനങ്ങൾ പഴയ പോലല്ല. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന കാലഘട്ടത്തിൽ നിങ്ങളെയൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പൊതുപ്രവർത്തനമാടാവുകയും. ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ സാധാരണ ജനങ്ങളോടുള്ള ഒരു കരുതൽ, ഒരു സ്നേഹമുണ്ടല്ലോ, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാർദ്ധക്യ പെൻഷൻ വർദ്ധിപ്പിച്ച് അത് കുടിശ്ശികയില്ലാതെ കൊണ്ടുപോകുന്നത് തന്നെയുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. ജനങ്ങളെ മുഖ്യധാരയിലേക്ക്, അതായത് ഒന്നുമല്ലാത്ത അവസ്ഥ, ആ ഒരു പ്രായാധിക്യം ബാധിച്ചവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു പ്രചോദനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഊർജ്ജം തന്നെയാണ് അവർക്ക്. ആ ഒരു പ്രായത്തിൽ എത്തുമ്പോഴേ നമുക്കൊക്കെ മനസ്സിലാവും. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ നമുക്കിപ്പം വലിയ മതിപ്പില്ലാതെ തോന്നുന്നത് എന്താണെന്ന് അറിയുമോ? ഈ നിപ്പ, കോവിഡ്, പ്രളയം, ഓഖി ഇതുപോലുള്ള പല ദുരന്തങ്ങൾ വന്നപ്പോഴും നമ്മളെ കൈപിടിച്ച് നമ്മളെ അതിൻ്റെ പ്രതിസന്ധിയിൽ നമ്മൾ കൂടുതലായിട്ട് ആഴത്തിലേക്ക് പോയില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇന്നും സ്വാഭാവിക ജീവിതം നയിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ പ്രത്യേകത അറിയില്ല. എവിടെയോ നമ്മൾ വീണു പോയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ നാളെ വന്നാൽ നമ്മളെ ഇത്രമേൽ ശ്രദ്ധിക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ, നമ്മൾ അന്ന് മനസ്സിലാക്കും ഈ സർക്കാരിൻ്റെ വില.